ഹായ്, ഞാൻ സുജേഷ് പുറക്കാട്. എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ ജീവിത ഭാഗതയെ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയണമെങ്കിൽ CPO, CEO, BFO, അതേപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, അതേപോലെ തന്നെ എന്താണ് ഇതിൽ തന്നെ വനിത, അതേപോലെ തന്നെ വനിതാ CPO ഉണ്ട്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ, ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പം പുരുഷന്മാരായാലും സ്ത്രീകളായാലും നിങ്ങൾക്കെല്ലാവർക്കും ഈ +2 ലെവൽ ഫോഴ്സ് തസ്തികകളിലേക്ക് ഏറ്റവും ഗുണപ്രദമായി മാറും ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് അവിടെ GKയിൽ മൊത്തത്തിൽ 240-ൽ പരം ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. ഈ വർഷാവർഷം നടക്കുന്ന റിക്രൂട്ട്മെൻറ്റുകളായതുകൊണ്ട് തന്നെ മിക്ക ഉദ്യോഗാർത്ഥികൾക്കും ഇത് പൂർണ്ണമായിട്ട് പഠിച്ച് തീർത്ത് പരീക്ഷ പാസ്സാവാൻ പറ്റാറില്ല. പലരും എന്താ ചെയ്യുന്നത്, ആദ്യത്തെ തവണ കുറച്ചൊക്കെ അറിഞ്ഞുകൊണ്ടങ്ങ് പോകും, എന്നിട്ടോ അടുത്ത തവണ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ അറ്റത്തുണ്ടായിരുന്നു, അടുത്ത തവണ എന്തായി കുറച്ചുകൂടെ മികച്ച റാങ്ക് കിട്ടി. ഇങ്ങനെയായിരിക്കും മിക്കവാറും റാങ്ക് ആകുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. എല്ലാ വർഷവും അപ്ലൈ ചെയ്യും, കിട്ടില്ല. ഈ ഒരു അവസ്ഥ ഉണ്ടാവും. ആ അവസ്ഥ നമുക്ക് ഈ മാറ്റിയെടുക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു അവസ്ഥ മാറും. ഇനി അങ്ങോട്ട് ഏത് പരീക്ഷ നിങ്ങൾ ഇതിലേതായാലും ആദ്യ തവണ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് നേടാൻ പറ്റും. ഈ പറയുന്ന ടോപ്പിക്കുകൾ മാത്രം പഠിക്കുക. നിങ്ങൾ വെറുതെ 240 ടോപ്പിക്കുകളിൽ ഏത് പഠിക്കും എന്ത് പഠിക്കും എന്നറിയാതെ ഇങ്ങനെ ഉയലാതെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ 60 ടോപ്പിക്കുകൾ പഠിച്ചാൽ GKയിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ആദ്യ റാങ്ക് നേടാനും പറ്റും. ഓക്കെ, അപ്പോൾ തീരുമാനിച്ചിപ്പം ഇറങ്ങണം. ആ ഒരു ലക്ഷ്യം ഉറപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങണം. ഈ ഒരു വീഡിയോ എന്നിട്ട് കാണണം. ഇപ്പോൾ അവിടെ ലക്ഷ്യം ഉറപ്പിക്കും നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ പറയുന്ന ടോപ്പിക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ചുമ്മാ PDF മാത്രം എടുത്തു വെച്ചാൽ പോരാൻ, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പഠിച്ചു പോവുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷകൾ നിങ്ങൾക്ക് റാങ്ക് നേടാൻ പറ്റും. ആദ്യം നമ്മൾ ആ തീരുമാനം എടുത്തുകൊണ്ട്, നിങ്ങളുടെ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്കിതിന് ഇറങ്ങിത്തിരിക്കാം. നിങ്ങൾ ഇവിടെ ഈ വീഡിയോ കഴിഞ്ഞ പാടെ, ഇപ്പോൾ ചെയ്യണമെന്നില്ല, വീഡിയോ കഴിഞ്ഞ പാടെ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം. എന്താ കമൻറ്റ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ലക്ഷ്യം CPO ആണോ, CEO ആണോ, BFO ആണോ, ഇനി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണോ, ഏതായിക്കോട്ടെ, ഇനി അതിലെല്ലാം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം, അവിടെ നിങ്ങൾ ലക്ഷ്യമിടുന്ന നിങ്ങളുടെ റാങ്ക്, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്നിട്ട് അത് നേടിയെടുക്കണം. അതിൻ്റെ കൂടെ ഒരൊറ്റ ഡയലോഗും കൂടെ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം പ്രകടമാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തെ, നിങ്ങളുടെ സ്വപ്നത്തെ അവിടെ ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു വാചകം എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ എഴുതാം. നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു വാചകം എഴുതുക. നിങ്ങളുടെ പേര് എഴുതുക. നിങ്ങൾ അപ്പോൾ പോലീസിലാണെങ്കിൽ ബറ്റാലിയൻ ആണ്, പിന്നെ ചിലത് എന്താണ് സ്റ്റേറ്റ് വൈഡ് ആണ്, ചിലത് ജില്ലാതലാണ്. അപ്പോൾ എവിടെയാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ആ റാങ്ക്, നിങ്ങളുടെ ജില്ലയിൽ ചുമ്മാ 13ാം റാങ്ക്, 33ാം റാങ്ക്, 1ാം റാങ്ക് എന്ന് പറഞ്ഞ് വെറുതെ എഴുതിയിടണ്ട. നിങ്ങൾ ലക്ഷ്യം വെക്കുക നിങ്ങൾ കൊണ്ട് പറ്റുന്നത് 50-നുള്ളിൽ, അല്ലെങ്കിൽ 20-നുള്ളിൽ, അല്ലെങ്കിൽ 10-നുള്ളിൽ, അല്ലെങ്കിൽ 100-നുള്ളിൽ, അല്ലെങ്കിൽ 1 നേടിയോ തീരുമാനിച്ച് ഇറങ്ങിത്തിരിച്ച് ഇനി അത് കിട്ടിയാലേ ഞാൻ അടങ്ങും എന്നുള്ള വാശിയോട് കൂടിയാണെങ്കിൽ KAP 3-ൽ 1ാം റാങ്ക് ഉറപ്പിച്ച് ആ രീതിയിൽ നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് ചിത്രീകരിക്കുക. ഓക്കെ, ഇവിടെ കമൻറ്റ് ബോക്സ് കിടക്കണം. പിന്നീട് നിങ്ങൾ വന്ന്, ഇതാ അധികം സമയം വേണ്ടല്ലോ, നമ്മുടെ മുന്നിൽ പരീക്ഷകൾ വരാൻ പോവല്ലേ, പിന്നീട് നിങ്ങൾ വന്നിട്ട് അവിടെ ഇതാ സാറേ ഞാൻ നേടി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഗൂസ് മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, പൊളിക്കും മക്കളെ. നമ്മൾ ഇൻസ്റ്റയിൽ എല്ലായിടത്തിലും നമ്മൾ പൊളിച്ചെടുക്കും. നിങ്ങൾ ഇതാ ഇവിടെ കമൻറ്റ് ഇട്ടിട്ട് നിങ്ങളത് നേടിയെടുത്തത് രണ്ടും കൂടെ ഇപ്പോൾ കമൻറ്റ് ഇട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, നേടിയിട്ട് അതും പൊളിക്കും. ഓക്കെ, അപ്പോൾ ആ ലക്ഷ്യത്തോടു കൂടി ഇതിലേക്ക് ഇറങ്ങുക. ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിക്കുക. അല്ലാതെ നിങ്ങൾ വിചാരിച്ചാൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് തീർത്തെടുക്കാൻ പറ്റില്ല ഒരു പരീക്ഷയ്ക്കും. ഇവിടെ CPO ആയാലും CEO ആയാലും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആയാലും ഏതായാലും ഈ പറയുന്ന ഫോഴ്സ് തസ്തികകൾ ഏതായാലും എല്ലാത്തിൻ്റെയും GK സിലബസ് കോമൺ ഏരിയ ആണ്, കോമൺ സിലബസ് ആണ്. ഹിസ്റ്ററി ഉണ്ട് 5 മാർക്ക്, ജോഗ്രഫി ഉണ്ട് 5 മാർക്ക്, എക്കണോമിക്സ് 8 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ഭരണഘടന 8 മാർക്ക്, കേരള ഭരണ സംവിധാനം 3 മാർക്ക്, പിന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 4 മാർക്ക്, ഫിസിക്സ് കെമിസ്ട്രി 3 മാർക്ക് വീതം. ഇങ്ങനൊരു, അതേപോലെ കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള വെയിറ്റേജ് ഉണ്ട്. ആ വെയിറ്റേജ് അനുസരിച്ച് തന്നെയാണ് ഇവിടെ ചോദ്യങ്ങൾ വരിക. അപ്പോൾ അതിൽ GKയുടെ ടോപ്പിക്കുകൾ മൊത്തം എടുക്കുകയാണെങ്കിൽ ഒരു 180, അല്ലെ, ഞാൻ കൂടെ കൺസേണ്ടില്ലേ നിങ്ങൾ, 180-ൽ പരം ടോപ്പിക്കുകളുണ്ട്. അതിൽ കെമിസ്ട്രി ഒക്കെ എന്ന് പറഞ്ഞാൽ 3 മൊഡ്യൂളാണ്, പക്ഷേ അതിൽ തന്നെ ഇഷ്ടംപോലെ ടോപ്പിക്കുകളുണ്ട്. വലിയ ടോപ്പിക്കുണ്ട്, ചെറിയ ടോപ്പിക്കുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 180-ൽ പരം ടോപ്പിക്കുകളുണ്ട്. ദെൻ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു മിനിമം 60 ടോപ്പിക്ക് മിനിമം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ 240-ൽ പരം ടോപ്പിക്ക് ഉണ്ട്. അതിൽ 60 ടോപ്പിക്ക് മാത്രം ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരും. നിങ്ങൾക്ക് GKയും കറണ്ട് അഫയേഴ്സും കൂടെ അവിടെ എത്ര മാർക്കുണ്ട്? 50 മാർക്കില്ലേ? ആ 50 മാർക്കിൽ 40-ന്റെ മുകളിൽ കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സിലബസിൻ്റെ 4/1 പഠിക്കുക. 240-ൽ 60 എന്ന് പറഞ്ഞാൽ 4/1. സിലബസിൻ്റെ 4/1 ഭാഗം പഠിച്ചിട്ട് ഇവിടെ എത്ര 80% പരം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇനി അങ്ങോട്ട് ഈ ഒരു
അടുത്ത് നടക്കാൻ പോകുന്ന പരീക്ഷകൾക്ക്, ഒരു 1.5 വർഷം വരെ നടക്കുന്ന പരീക്ഷകൾക്ക്. അപ്പോൾ പിന്നെ ട്രെൻഡ് മാറും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോന്ന് വരുന്നതിനനുസരിച്ച് പുതിയ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് തരും, മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച്. ഇപ്പോൾ +2 ലെവൽ പരീക്ഷകളുടെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്ക് നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന നായകന്മാർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കൂടുതലും പരീക്ഷകൾ വരുന്നത് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, ഇവരൊക്കെയാണ് കൂടുതൽ തവണ പരീക്ഷകൾ വന്നിട്ടുള്ളത്. ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. പ്രത്യേകിച്ചും SCRT സ്കൂൾ ക്ലാസ്സിലിപ്പം പുതിയ പാഠപുസ്തകത്തിലാണെങ്കിൽ 8ലും 10ലൊക്കെ ആയിട്ട് ചാപ്റ്ററുകളുണ്ട്, അതേപോലെ ഹയർ സെക്കൻഡറിയിലുണ്ട്. ആ ചാപ്റ്ററുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ആ രീതിയിൽ നവോത്ഥാന നായകരെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ തിരുവിതാംകൂർ ചരിത്രം കംപ്ലീറ്റ് പഠിക്കാനുണ്ട് സിലബസിൽ. പക്ഷേ അതിൽ പ്രത്യേകിച്ചും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഇപ്പോൾ പരീക്ഷകൾ കൂടുതലും വരുന്നത് മാർത്താണ്ഡവർമ്മ, അതേപോലെ ധർമ്മരാജാവ്, സ്വാതി തിരുനാൾ, അതേപോലെ ശ്രീമൂലം തിരുനാൾ, ശ്രീ ചിത്തിര തിരുനാൾ, ഇവരൊക്കെയാണ് കൂടുതലും പരീക്ഷകൾ വരുന്നതും. കൂടുതലും SCRT ആയിട്ട് ഉള്ളതും ഇവർ തന്നെയാണ്. അതുകൊണ്ട് കൂടുതലും പരീക്ഷകൾ വരുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ആദ്യം തന്നെ സെലക്ട് ചെയ്ത് പഠിക്കുക, പിന്നീട് ആ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൽ INCയുടെ രൂപീകരണം എന്നേ സിലബസിലുള്ളൂ. പക്ഷേ അവിടെ പരീക്ഷയിൽ ചോദ്യങ്ങൾ വരുന്നത് രൂപീകരണം മാത്രമല്ല, ആദ്യ സമ്മേളനങ്ങൾ വരാറുണ്ട്, പ്രധാനപ്പെട്ട പ്രസിഡന്റുമാർ, അതിൽ വരുന്ന ആദ്യ വനിത, അങ്ങനെയുള്ള വനിതകളെക്കുറിച്ച്, പിന്നെ മലയാളിയായിട്ടുള്ള INC പ്രസിഡന്റ് അറിയാലോ, ചേറ്റൂർ ശങ്കരൻ നായർ, അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പുസ്തകം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗാന്ധിജി ഏത് കോൺഗ്രസ്, എത്രാം സമ്മേളനം, ആ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ INC ആയിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. ദെൻ നാലാമത്തെ ടോപ്പിക് 1857, ആധുനിക ഇന്ത്യ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് 1857 കലാപം, ആ കലാപത്തിൻ്റെ കാരണങ്ങൾ, അതിൽ ലഹള നടന്ന പ്രധാന സ്ഥലങ്ങളും അവിടെ നേതൃത്വം കൊടുത്തത് ആരൊക്കെ, പിന്നെ ആ ലഹളയെ അതാത് സ്ഥലങ്ങളിൽ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ആരൊക്കെ, പിന്നെ ഈ ഒരു കലാപവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പുസ്തകങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദ്ധരണികളാണ്. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. 1857 ആ ഒരു ടോപ്പിക്ക് പഠിക്കുക. പിന്നെ അഞ്ചാമത്തെ ടോപ്പിക്ക് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം. ഇതും സ്കൂൾ പാഠപുസ്തകത്തെ കേന്ദ്രീകരിച്ചാണ് പഠിക്കേണ്ടത്. അവിടെയാണ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിൽ മലബാർ ലഹള, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഉപ്പു സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം, ഇതൊക്കെയാണ് കൂടുതലും ആ ഒരു ഏരിയയിൽ നിന്ന് പരീക്ഷയിൽ വരാറുള്ളത്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മുന്നേറ്റങ്ങളാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക്. ഓക്കെ. ദെൻ ആറാമത്തെ ടോപ്പിക്ക് ഇന്ത്യയിലെ സാമൂഹ്യ മതനവീകരണ പ്രസ്ഥാനങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൽ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, വിവേകാനന്ദൻ, ആനി ബസന്റ്, പിന്നെ ജ്യോതിബ ഫൂലെ, പണ്ഡിത രമാബായ്. ഓക്കെ, ഇവരൊക്കെയാണ് കൂടുതൽ തവണ പരീക്ഷയിൽ വന്നിട്ടുള്ളത്. ആ മതനവീകരണ പ്രസ്ഥാനങ്ങൾ, സാമൂഹ്യ മതനവീകരണ പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന നായകന്മാർ. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരിക്കുക. അതൊക്കെ കുറേ ടേബിൾ ഉണ്ട് പാഠപുസ്തകത്തിൽ. ഹയർ സെക്കൻഡറിയിൽ ഓരോരുത്തരെ കുറിച്ചും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നിർബന്ധമായിട്ട് നോക്കി വെക്കുക. പിന്നെ ഏഴാമത്തെ ടോപ്പിക്കായിട്ട് ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവം ഇത്രയും കാലം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായാലും ഫ്രഞ്ച് വിപ്ലവമായാലും റഷ്യൻ വിപ്ലവമായാലും ഒക്കെ ഏകദേശം സമാനമായ രീതിയിൽ തന്നെ മാറി മാറി ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇനി ഫ്രഞ്ച് വിപ്ലവം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. നോക്കിക്കോ നിങ്ങൾ, അടുത്ത പരീക്ഷകളിലൊക്കെ വിപ്ലവങ്ങളുടെ കൂടുതൽ ഫ്രഞ്ച് വിപ്ലവമായിരിക്കും കൂടുതൽ തവണ വരെ. എന്തുകൊണ്ടാണ്? യെസ്, ബാക്കിയുള്ളത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നു, 9, 8 പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനി കൂടുതൽ പരീക്ഷകൾ വരും. ദെൻ അന്താരാഷ്ട്ര സംഘടനകൾ, UNO, പിന്നെ മറ്റ് ഏജൻസികൾ, കാര്യങ്ങൾ, WHO, യുനെസ്കോ, യുനിസെഫ്, WTO, ഇതൊക്കെയാണ് കൂടുതൽ തവണ വന്നിട്ടുള്ളത്. ഇതിൽ അന്താരാഷ്ട്ര സംഘടനകൾ, പ്രധാനപ്പെട്ട സംഘടനകൾ പഠിച്ചു വെക്കുക. ഈ 8 ടോപ്പിക്കുകൾ മാത്രമാണ് ഞാൻ മൊത്തം ഹിസ്റ്ററി തന്നിരിക്കുന്നത്. ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നോക്കിയാൽ കുറേ ടോപ്പിക്കുകൾ കാണാൻ പറ്റും. ഇന്ത്യൻ ഹിസ്റ്ററി കാണാം, കേരള ഹിസ്റ്ററി കാണാം, വേൾഡ് ഹിസ്റ്ററി കാണാം. അവിടെ നിന്ന് 8 ടോപ്പിക്കുകളാണ്. 5 മാർക്ക്, 5 മാർക്കാണ് അവിടെ ഉള്ളത്. ഈ 8 ടോപ്പിക്ക് പഠിച്ചാൽ മിക്കവാറും പരീക്ഷകൾ 5 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ചിലപ്പോൾ 4 എന്തായാലും കിട്ടും. ഓക്കെ. ദെൻ ജോഗ്രഫി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ആദ്യം നദികൾ. ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാന നദികൾ, ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും, പ്രത്യേകിച്ചും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട്. നർമ്മദ, താപ്തിയൊക്കെ പ്രത്യേകം പലതവണ പരീക്ഷ വന്നിട്ടുള്ളതാണ്. പിന്നെ നദീതീര പട്ടണങ്ങൾ, പിന്നെ കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ, പ്രത്യേകിച്ചും കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ കൂട്ടത്തിൽ. പിന്നെ നദികളിലെ പ്രധാന അണക്കെട്ടുകൾ, ജലവൈദ്യുത പദ്ധതികൾ, ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരിക. ഇതാണ് നിങ്ങളുടെ സിലബസിലുള്ള ഹെഡിങ്, നദികൾ, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ഞാനതിൽ കൂട്ടിച്ചേർത്ത് പറയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതൊക്കെ വേറെ ടോപ്പിക്കാണ്. അതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളൊരു ഗൈഡൻസ് കൂടെ നൽകുന്നതാണ്.
അതല്ലാതെ നിങ്ങളുടെ സിലബസിലുള്ള ടോപ്പിക് എന്താ, നദികൾ എന്ന് മാത്രമാണ്. അപ്പോൾ അത് ഇന്ത്യയിലെ നദികളും കേരളത്തിലെ നദികളും പ്രത്യേകിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാന ഏരിയകളും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊന്നും നിങ്ങളുടെ സിലബസിൽ എഴുതി വെച്ച കാണില്ല, പക്ഷേ ചോദ്യങ്ങൾ വരെ എവിടുന്നാന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ തരികയാണ്. നിങ്ങളിത് പഠിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കി പഠിക്കേണ്ടതെന്നുള്ള ഉദ്ദേശിക്കുന്നത്. ദെൻ ഭൂമിയുടെ ഘടന, ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്നതാണ്. ദെൻ അന്തരീക്ഷ ഘടന, ഭൂമിയുടെ ഘടന, അന്തരീക്ഷ ഘടന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, ദെൻ 12ാമത്തെ ടോപ്പിക്ക് ഇന്ത്യയുടെ ഭൂപ്രകൃതി. ഭൂപ്രകൃതി വിഭജനം മൊത്തം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പക്ഷേ അതിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഉത്തരപർവ്വത മേഖലയും ഉപദ്വീപീയ പീഠഭൂമിയൊക്കെയാണ് കൂടുതലും ചോദിക്കുന്നത്. അതിൽ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ 1, 2, 3 അല്ലേ, ആ 3 ചാപ്റ്ററുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, പിന്നെ ലാസ്റ്റ് 5ാമത്തെയോ 6ാമത്തെയോ ചാപ്റ്ററായിട്ട് മരുഭൂമിയുണ്ട്, അതേപോലെ തന്നെ തീരസമതലം എന്ന് പറഞ്ഞിട്ട് വേറെയും കൊടുത്തിട്ടുണ്ട്. ആ 2 ചാപ്റ്ററും കൂടെ അതിനെ കൂടെ ചേർത്ത് തന്നെ പഠിക്കുക. ആ 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി സെറ്റായി. വേറെ ഒരു സാധനം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്നുള്ള മാർക്ക് കിട്ടും. ദെൻ അന്തരീക്ഷ മർദ്ദവും കാറ്റും ജോഗ്രഫിയിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, പൊതുഭൂമിശാസ്ത്രത്തിൽ. പിന്നെ ഗതാഗത സംവിധാനങ്ങൾ, അതിൽ തന്നെ പ്രത്യേകിച്ചും ജലഗതാഗതമാണ് കൂടുതൽ പരീക്ഷയിൽ വന്നിട്ടുള്ളത്, ജലഗതാഗതം. ഓക്കെ, യെസ്. ദെൻ 15ാമത്തെ ടോപ്പിക്ക് കാർഷിക മേഖല. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് വിളകൾ അല്ലേ, ആ വിളകൾ കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്, അല്ലെങ്കിൽ കേരളത്തിൽ ഏത് ജില്ലയിലാണ് കൂടുതൽ, ആ ടൈപ്പ് ചോദ്യങ്ങൾ. പിന്നെ പുതിയ കൃഷി രീതികൾ, നൂതനമായിട്ടുള്ള കൃഷി രീതികൾ. പിന്നെ ഞാൻ പറഞ്ഞ ഉൽപ്പാദനത്തിന് മുമ്പിലുള്ള സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെ, കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെ, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ. അങ്ങനെ 7 ടോപ്പിക്കാണ് ഞാൻ ജോഗ്രഫിയിൽ നിങ്ങളെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്കുണ്ട്. ആ 5 ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ 7 ടോപ്പിക്ക്, എത്രയോ ഇതിൻ്റെ ഇരട്ടി ടോപ്പിക്കുകൾ അവിടെ വേറെ കിടക്കുന്നുണ്ട്. 3 എന്തുണ്ട്, പൊതുഭൂമിശാസ്ത്രമുണ്ട്, ഇന്ത്യൻ ഭൂമിശാസ്ത്രമുണ്ട്, കേരള ഭൂമിശാസ്ത്രമുണ്ട്. അതിൽ നിന്നെല്ലാം കൂടെ സെലക്ട് ചെയ്ത് വെറും 7 ടോപ്പിക്ക് തന്നിട്ട് 5 മാർക്ക് കിട്ടാനുള്ള സാധ്യതയാണ് നിങ്ങളെ മുന്നിലേക്ക് തുറന്നു വെച്ച് തന്നിരിക്കുന്നത്. ഇത് പഠിക്കാൻ നിങ്ങൾ മടി കാണിക്കുന്നതിൻ്റെ മക്കളെ യൂണിഫോം നിങ്ങൾക്കുള്ളതല്ല. ഇത് നിങ്ങൾ അങ്ങോട്ടേക്ക് അങ്ങോട്ട് പഠിച്ച് സെറ്റായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്തിരിക്കും. അതെൻ്റെ ഉറപ്പാണ്. നിങ്ങൾ പറഞ്ഞിരിക്കും, സാറേ ആ ഒരു വീഡിയോ കണ്ട് അങ്ങനെ പഠിച്ചുകൊണ്ട് എനിക്ക് എന്ത് കിട്ടി, CPO കിട്ടി അല്ലെങ്കിൽ CO കിട്ടി എന്ന് നിങ്ങൾ പറയാൻ നിങ്ങൾ ഇവിടെ വരുത്തും. നിങ്ങളിതിൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ പിന്നീട് വരും എന്നുള്ളത് എൻ്റെ ആത്മവിശ്വാസമാണ്. നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹമായിട്ട് തരുന്നതാണെന്ന് വെച്ചോ. ഓക്കെ, ദെൻ എക്കണോമിക്സ് എന്നുള്ള ടോപ്പിക്കുകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ടോപ്പിക്കാണ് നീതി ആയോഗ്. നീതി ആയോഗ് എന്നുള്ളതാണ് അവിടെ ടോപ്പിക്ക്, നിങ്ങളുടെ സിലബസിലുള്ള ടോപ്പിക്ക്. അവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ, അതിൻ്റെ ആ ഒരു ഘടന അല്ലേ, അതിൽ വരുന്ന പുതിയ നിയമനങ്ങൾ, മാറ്റം, ഓരോ പുതിയതായിട്ട് നിയമിക്കപ്പെടുന്ന ആരൊക്കെ എന്നുള്ളത്, പിന്നെ അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, നിലവിൽ വന്നത്, ആ വർഷവും തീയതിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെയാണ് നീതി ആയോഗ് എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. പിന്നെ പഞ്ചവത്സര പദ്ധതികൾ അവിടെ പഠിക്കണം. അവിടെ എക്കണോമിക്സിൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മാർക്കുണ്ട്. അവിടെ ഏരിയ കുറവാണ്, 7-8 ഏരിയകളേ ഉള്ളൂ. അതിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കുറച്ച് ഏരിയകൾ തന്നിട്ടുണ്ട്. പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ള ടോപ്പിക്കിൽ ഓരോ പഞ്ചവത്സര പദ്ധതിയുടെയും പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചത് എന്തിനെയാണ്, എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം. പിന്നെ ആ മോഡലുകളുണ്ടല്ലോ, ഹരോൾഡ് ഡോമർ മോഡൽ, മഹൽനോബിസ് മോഡലുകൾ, മാതൃക, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പ്ലാൻ ഹോളിഡേ, റോളിംഗ് പ്ലാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നന്നായിട്ട് പഠിച്ചെടുക്കുക. പഞ്ചവത്സര പദ്ധതികളുടെ ഒരു ടേബിൾ തന്നെ പാഠപുസ്തകത്തിലുണ്ട്, ഓരോന്നിൻ്റെയും പ്രധാന ലക്ഷ്യങ്ങൾ പറയുന്നത്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 18ാമത്തെ ടോപ്പിക്ക് ധനകാര്യ സ്ഥാപനങ്ങൾ. ഓക്കെ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നുള്ളതാണ് നിങ്ങളുടെ ഹെഡിങ്. അതിൽ പ്രത്യേകിച്ചും RBI ആണ് ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ വരാറുണ്ട്, പക്ഷേ RBI ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. RBIയുടെ ധർമ്മങ്ങളും കാര്യങ്ങളും, അതേപോലെ SBI കുറിച്ച്, ബാങ്ക് ദേശസാൽക്കരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ളത്. പിന്നെ ഹരിത വിപ്ലവമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഉണ്ടാവാറില്ല. നീതി ആയോഗ് പോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഹരിത വിപ്ലവവും കാണും. ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പിതാവ്, ലോകത്തിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അത് SCRTയിൽ പ്രത്യേകം കൊടുത്തിട്ടുള്ള ഏരിയയാണ്. ദെൻ 20ാമത്തെ ടോപ്പിക്ക് നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ. 5 ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തന്നിട്ടുള്ള. 5 മാർക്ക് ഉണ്ട് കേട്ടോ. അതിന് 5 ടോപ്പിക്ക് മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അറിയാലോ, ലിബറലൈസേഷൻ അല്ലേ, എന്താണ് ഉദാരവൽക്കരണം, അതേപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോന്നും 1991 പുത്തൻ സാമ്പത്തിക നയം PV നരസിംഹറാവു ആണ് ആ സമയത്ത് പ്രധാനമന്ത്രി, മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രി. ആ കാര്യങ്ങളും അവരോരോരുത്തരെ കുറിച്ചുള്ള പ്രധാന പോയിന്റ്സും, അങ്ങനെ ആ ഒരു ടോപ്പിക്ക് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എക്കണോമിക്സിൽ 5 ടോപ്പിക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 5 മാർക്ക് അവിടെ ഉണ്ട്. മിക്കവാറും ഈ 5 ടോപ്പിക്ക് തന്നെയാണ് ഭൂരിഭാഗം പരീക്ഷകളിലും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പരീക്ഷകളിലും അങ്ങനെയാവും, നിങ്ങൾക്ക് മാർക്കുകൾ കൊയ്തെടുക്കാൻ പറ്റും. ഓക്കെ,
ദെൻ ഭരണഘടന 8 മാർക്കിനുള്ള ഏരിയയാണ്. 8 മാർക്കിനുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്തെടുക്കണം. അപ്പോൾ അവിടെ 8 മാർക്കും നമുക്ക് ഇങ്ങ് പിടിക്കാൻ പാകത്തിൽ ടോപ്പിക്കുകൾ നന്നായിട്ട് നോക്കുക. അതിൽ ഒന്നാമത്തെ ടോപ്പിക്ക് ഭരണഘടനാ നിർമ്മാണ സമിതി. ഭരണഘടനാ നിർമ്മാണ സമിതി നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഫസ്റ്റ് ടോപ്പിക്ക് ഇനി ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച ടോപ്പിക്കാണ് ഭരണഘടനാ നിർമ്മാണ സമിതി. അവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ഊന്നൽ കൊടുക്കേണ്ടത് ആ രൂപീകരിക്കപ്പെടുന്നതിനെക്കുറിച്ച്, രൂപീകരിക്കപ്പെട്ടത്, അതിൻ്റെ സമ്മേളനങ്ങൾ, രൂപീകരണത്തിന് എടുത്തിട്ടുള്ള മൊത്തം സമയം, അതേപോലെ അതിൻ്റെ പ്രധാന കമ്മിറ്റികൾ, ഓരോ കമ്മിറ്റികൾക്കും നേതൃത്വം കൊടുത്തത് ആര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. പ്രത്യേകിച്ചും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എത്രയോ തവണ വന്നിട്ടുള്ളതാണ്. ദെൻ ആമുഖം, ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുമ്പോൾ അവിടെ പരീക്ഷ ചോദിക്കാറുള്ളത് ആമുഖം ഭേദഗതി ചെയ്തു, ആ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ വാക്കുകൾ, അതൊക്കെ പരീക്ഷയിൽ പല തവണ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആമുഖത്തെക്കുറിച്ചുള്ള ചില മഹാന്മാരുടെ വചനങ്ങൾ, ഉദ്ധരണികൾ, ഇതൊക്കെയാണ് കൂടുതലും ആ ഒരു ഭാഗത്തു നിന്ന് വരിക. പിന്നെ മൗലികാവകാശങ്ങൾ, പൗരൻ്റെ മൗലികാവകാശങ്ങളെക്കുറിച്ചാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുകൾ, പിന്നെ റിട്ടുകൾ, മൗലികാവകാശം സംരക്ഷിക്കാനുള്ള റിട്ടുകളെക്കുറിച്ചും പഠിച്ചു വെക്കുക. പിന്നെ മൗലിക കടമകൾ, സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് മൗലിക കടമകളായിട്ട് ബന്ധപ്പെട്ടത്, ആ സ്വരൺ സിംഗ് കമ്മിറ്റി, പിന്നെ ആ 42ാം ഭേദഗതി, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ആ മൗലിക കടമകൾ ഓരോന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, പെടാത്തത് ഏതെന്നുള്ള രീതിയിൽ തന്നെ ചോദിക്കും. ഓക്കെ. ദെൻ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ. ഇത് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് 3ഉം കൂടെ ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും 2 ചേർത്തുകൊണ്ട് ചോദ്യങ്ങളുണ്ടാവും. മൗലികാവകാശവും മാർഗ്ഗനിർദ്ദേശക തത്വവും തമ്മിലുള്ള വ്യത്യാസം, ആ രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇത് 3ഉം കണക്ട് ചെയ്തിട്ടുണ്ടാവാം ഇങ്ങനെ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും 1-2 ടോപ്പിക്കിനെ കുറിച്ച് തന്നെ ചോദ്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ, കടം കൊണ്ടത് അയർലൻഡ് എന്നുള്ള കാര്യം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുകൾ ഏതൊക്കെ, അത് പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട 40ാമത്തതും ഏകീകൃത സിവിൽ കോഡിൻ്റെ 44ഒക്കെ വളരെ അധികം തവണ പരീക്ഷയിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ 26ാമത്തെ ടോപ്പിക്കായിട്ട് ഭരണഘടനാ ഭേദഗതികളാണ്. ഓക്കെ, ഇത്രയും ഭേദഗതികളാണ് നിങ്ങളുടെ സിലബസിലുള്ളത്, അത് അത്രയും തന്നെ പഠിച്ചു വെക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 42, 44, 73, 74. ഇതാണ് കൂടുതൽ തവണ പരീക്ഷയിൽ ആവർത്തിച്ചിട്ടുള്ളത്. ഭരണഘടനാ ഭേദഗതികൾ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ ഇത്രയും ഭേദഗതികളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് കൂടെ പഠിച്ചു വെക്കണേ. അത് കറണ്ട് അഫേഴ്സ് എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് വരാറുണ്ട്. അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് കൂടെ പഠിക്കുക. ഇത് ആണ് നിങ്ങൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അവസാനത്തെ 2-3 ഭേദഗതികൾ കൂടെ പഠിച്ചു വെക്കുക. ദെൻ 27ാമത്തെ ടോപ്പിക്ക് പഞ്ചായത്തി രാജ് ആണ്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിൻ്റെ ചരിത്രം, അതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട കമ്മിറ്റികൾ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ PK തുങ്കൻ, ഒരുവിധം പരീക്ഷകളൊക്കെ വരുന്നതാണ്. ഓക്കെ, PK തുങ്കൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. ദെൻ 28ാമത്തെ ടോപ്പിക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും. ഓക്കെ, ആ ഒരു ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പലതവണ വന്നിട്ടുണ്ട്. CAG, അതേപോലെ UPSC, ധനകാര്യ കമ്മീഷൻ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുകൾ, ഇതിനെക്കുറിച്ചൊക്കെയും അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളെ കുറിച്ച് പ്രത്യേകം ചോദിക്കാറുണ്ട്. അതിൻ്റെ നിയമനം, തലപ്പത്തുള്ള ആളുകളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് ഭരണഘടന എന്നുള്ള ആ ഒരു ഭാഗത്തു നിന്നുള്ള കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ ഒന്നുകിൽ പുതിയ ഭേദഗതികളെക്കുറിച്ചോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഏതെങ്കിലും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഇപ്പോഴത്തെ അധികാര സ്ഥാനത്തിരിക്കുന്നത് ആര് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളോ വന്നേക്കാം. ഓക്കെ. ദെൻ 29ാമത്തെ ടോപ്പിക്ക് കേരള ഭരണ സംവിധാനമാണ്. ഓക്കെ, ഇത്രയും ടോപ്പിക്കുകൾ ഭരണഘടനയാണ്. 8 മാർക്കിനുള്ള ഏരിയ ആണ്. ഓക്കെ, യെസ്, 8 ടോപ്പിക്കുകളാണ് ഞങ്ങൾക്ക് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത്, 8 മാർക്കിന് കേട്ടോ. ഇനി 29ാമത്തത് നമുക്ക് കേരള ഭരണ സംവിധാനം. കേരള ഭരണ സംവിധാനത്തിൽ നിങ്ങൾക്ക് 4 മാർക്കിനാണ് ആ ഒരു ഏരിയ ഉള്ളത്. അപ്പോൾ അവിടെ ഒന്ന് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ. കേരള ഭരണ സംവിധാനമാണ്, സിലബസിൽ തൊഴിൽ പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികളാണ് പരീക്ഷയിൽ, പ്രത്യേകിച്ചും MGNREGA അല്ലേ, അതിൻ്റെ പുതിയ പേര്, ആ MGNREGA നിയമം പാസ്സായത്, പേര് മാറ്റിയത്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള വേതനം എത്ര, തൊഴിൽ ദിനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് MGNREGA ആണെന്നേ ഉള്ളൂ, മറ്റുള്ള പദ്ധതികൾ കൂടെ അറിഞ്ഞിരിക്കണം. ദെൻ 30ാമത്തെ ടോപ്പിക്ക് വിവിധ കമ്മീഷനുകളെ കുറിച്ച് പഠിക്കണം. ഇത് കറണ്ട് അഫേഴ്സ് എന്നുള്ള രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാലോ 10 മാർക്കിന് കറണ്ട് അഫേഴ്സ് ഇല്ലേ, ആ കറണ്ട് അഫേഴ്സ് ഒക്കെ വരുന്നത് എവിടെ നിന്ന് തന്നെയാണ്? ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഭരണഘടന, കേരള ഭരണ സംവിധാനം, സയൻസ്, ഇങ്ങനെയുള്ള ഏരിയകളുണ്ടല്ലോ. ഈ ഓരോ ഏരിയകളിൽ നിന്ന് ഓരോ ചോദ്യമോ 2 ചോദ്യമോ ഒക്കെ ആയിട്ട് തന്നെയാണ് കറണ്ട് അഫേഴ്സ് വരിക. അപ്പോൾ
ഇവിടെ കേരള ഭരണ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് മിക്കവാറും ഈ കമ്മീഷനുകളുടെ ഇപ്പോഴത്തെ അധ്യക്ഷ സ്ഥാനത്തുള്ള ആൾ ആരെന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. വനിതാ കമ്മീഷൻ, അല്ലേ, വിവരാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ഇങ്ങനെയുള്ള സംസ്ഥാനത്തുള്ള വിവിധ കമ്മീഷനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആനുകാലിക പ്രാധാന്യത്തോടു കൂടി തന്നെ അത് പഠിക്കണം. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ, നമ്മുടെ നിലവിലുള്ള പദ്ധതികൾ, പ്രധാന പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പ്രത്യേകിച്ചും നവകേരള മിഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധതികളും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ബയോളജിയിൽ വരുന്നതുകൊണ്ട് അവിടെയും പഠിക്കാനുണ്ട്, ഇവിടെയും ചിലപ്പോൾ വന്ന് പെടാറുണ്ട്. അതേപോലെ അവിടെ കുട്ടികളുടെ ക്ഷേമം, സാമൂഹ്യക്ഷേമം എന്ന് പറയുമ്പോൾ അതിൽ കുട്ടികൾ, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് പോക്സോ നിയമം കൂടി അറിഞ്ഞിരിക്കുക. മിക്കവാറും പരീക്ഷകളിൽ അവിടെ നിന്നും ചോദ്യം വരാറുണ്ട്. പിന്നെ കുടുംബശ്രീ ചോദിക്കാറുണ്ട്, നിർഭയ, ആശ്വാസകിരണം, സ്നേഹഭരണം അല്ലേ, സ്നേഹസ്പർശം വളരെയധികം ചോദിച്ചിട്ടുള്ളതാണ്. വയോമിത്രം പദ്ധതി. അപ്പോൾ ഇങ്ങനെയുള്ള പല പദ്ധതികളുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ ജസ്റ്റ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചൊന്നും ഇവിടെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പ്രധാന സാമൂഹ്യക്ഷേമ പദ്ധതികളൊക്കെ വയോമിത്രം മാത്രമല്ല, വയോ എന്ന് തുടങ്ങുന്ന തന്നെ ഇഷ്ടംപോലെ പദ്ധതികളുണ്ട്. സ്നേഹ എന്ന് തുടങ്ങുന്ന കുറേ പദ്ധതികളുണ്ട്. സ്നേഹസ്പർശമുണ്ട്, സ്നേഹസാന്ത്വനമുണ്ട്, സ്നേഹക്കൂടുണ്ട്, കുറേ പദ്ധതികളുണ്ട്. അങ്ങനെയുള്ള ആ പദ്ധതികളൊക്കെയും. ഓക്കെ, ദെൻ 32ാമത്തെ ടോപ്പിക്ക് ഭൂപരിഷ്കരണം. കേരള ഭരണ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഭൂപരിഷ്കരണം. കേരളത്തിലെ ഭൂപരിഷ്കരണത്തെക്കുറിച്ചും ആ ഒരു സമയത്തെ കാലഘട്ടത്തിലെ ഭരണാധികാരികളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ 33ാമത്തെ ടോപ്പിക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഇന്ത്യയിലുള്ളത് ഭരണഘടനയുടെ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കേരളമായിട്ട് ബന്ധപ്പെട്ടും വരുന്നു. ഇവിടെയും കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാം. PSC, അതേപോലെ തന്നെ AG, അതേപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, ഇങ്ങനെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, അവയുടെ അധ്യക്ഷന്മാർ ആ കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിലും പഠിക്കണം, അല്ലാതെയും ആ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. പിന്നെ സയൻസിലേക്ക് കടക്കുകയാണ്. ഇവിടെ 33 ടോപ്പിക്കായില്ലേ ഇപ്പോൾ. ഇനി അടുത്തത് ലൈഫ് സയൻസ് ആണ്. ലൈഫ് സയൻസിൽ 4 മാർക്കാണുള്ളത്. അതിനവിടെ സിലബസിൽ 7 ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ മനുഷ്യ ശരീരം എന്നുള്ള ഒരൊറ്റ ടോപ്പിക്ക് ബാക്കിയുള്ള 6 ടോപ്പിക്കിനേക്കാളും വലുതാണ്. മനുഷ്യ ശരീരം എന്നുള്ള ഒറ്റ ടോപ്പിക്ക്. അപ്പോൾ ഹ്യൂമൻ ബോഡി എന്നുള്ള ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് പഠിക്കലും നടക്കില്ല. അതിനേക്കാളും മുമ്പ് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഈ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ. വിറ്റാമിനുകളും ധാതുക്കളും എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റും, മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. രോഗങ്ങളും രോഗകാരികളും എളുപ്പത്തിൽ പഠിക്കാം, മാർക്ക് ഉറപ്പിക്കാം. ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും ചെറിയ ടോപ്പിക്കാണ് നിങ്ങളുടെ സിലബസിലെ, ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാം, മാർക്ക് ഉറപ്പിക്കാം. പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ മിക്കവാറും ആരോഗ്യക്ഷേമ പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ട് വരും. ഇവിടെയും അവിടെയും. കേരള ഭരണ സംവിധാനത്തിനും സാധ്യത, ഇവിടെയും സാധ്യത. അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് ഞാൻ പറഞ്ഞത്, നോട്ട് ചെയ്യാൻ കാരണം അതാണ്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ 38ാമത്തെ ടോപ്പിക്ക് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്നുള്ള ടോപ്പിക്കാണ്. അതും വിശാലമായിട്ടുള്ള ടോപ്പിക്കാണ് ഒരു പരിധി വരെ. പക്ഷേ അതിൽ കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ പോലും അവിടെ നിങ്ങൾ ഹരിതഗൃഹ പ്രഭാവം, ഓക്കെ, ഹരിതഗൃഹ പ്രഭാവം, ആഗോളതാപനം, പിന്നെ ഓസോൺ പാളിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ പ്രധാന ദിനാചരണങ്ങൾ, ഓക്കെ, അതായത് ഈ ഒരു എൻവയോൺമെൻറ്റൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രത്യേക ദിനാചരണങ്ങൾ, പരിസ്ഥിതി ദിനം, ഭൗമദിനം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ദിനാചരണങ്ങൾ, അതിൻ്റെ തീം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ ഹ്യൂമൻ ബോഡി കംപ്ലീറ്റ് പഠിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് പിന്നെ സിലബസിൽ വേറെ ഒന്നും പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് വേണേൽ പഠിക്കുക. രക്തം പഠിക്കാം, ഹൃദയം പഠിക്കാം, തലച്ചോറ് പഠിക്കാം, ദഹന വ്യവസ്ഥ പഠിക്കാം. കാരണം ഇവിടെയും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇതിലുണ്ട്. ഞാനിവിടെ തന്നിട്ടില്ല എന്നേ ഉള്ളൂ. അവിടെയും ഗുണം ചെയ്യും. അതുകൊണ്ട് ചിലപ്പോൾ പരീക്ഷകൾ കൂടുതലായിട്ട് വരാറുണ്ട്. പിന്നെ കണ്ണുകളെക്കുറിച്ച് പഠിക്കാം, ഗ്രന്ഥികളെക്കുറിച്ച് പഠിക്കാം. ഇതൊക്കെയാണ് +2 ലെവൽ പരീക്ഷകളിൽ ഹ്യൂമൻ ബോഡിയായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ആവർത്തിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ അതെങ്കിലും മിനിമം നോക്കി വെക്കുക എന്നുള്ളതാണ് വിശാലമായി കിടക്കുന്ന ഏരിയയാണ്. ദെൻ 40ാമത്തത് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ 8 മൊഡ്യൂളുകളുണ്ട് നിങ്ങൾക്ക്. അതിൽ ഒരു മൊഡ്യൂളാണ് ചലന നിയമങ്ങൾ. അതിൻ്റെ അവസാനം ISROയുടെ ബഹിരാകാശ രംഗത്തെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്ന ഒരു ഏരിയയാണ്, നിങ്ങളുടെ സിലബസിലുള്ള ഒരു ഏരിയയാണത്, ചലനവും ബഹിരാകാശ നേട്ടങ്ങളും. അപ്പോൾ ഈ ബഹിരാകാശ നേട്ടങ്ങൾ ഫിസിക്സിൻ്റെ സിലബസിൽ അങ്ങനെയും കിടക്കുന്നു. പിന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ പരീക്ഷകളും ചോദ്യം വരുന്നൊരു ഏരിയയാണ് ബഹിരാകാശ ഗവേഷണ മേഖല. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാവും.
അപ്പോൾ ചലനം, ബഹിരാകാശ നേട്ടങ്ങൾ, അപ്പോൾ അവിടെ ചലന നിയമങ്ങൾ, ജഡത്വം, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ISROയുടെ ഏറ്റവും അടുത്ത കാലത്ത് നടന്നിട്ടുള്ള, നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണോ അതിന് ഒരു വർഷം 1.5 വർഷം ഗ്യാപ്പിലൊക്കെ നടന്നിട്ടുള്ള തൊട്ട് മുമ്പേ 2-3 മാസം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കുക. പിന്നെ ഫിസിക്സിൽ വിവിധ തരത്തിലുള്ള ബലങ്ങളാണ്. ഘർഷണ ബലം, പിന്നെ വിവിധ തരത്തിലുള്ള ദ്രവബലങ്ങൾ, കൊഹീഷൻ, അഡീഷൻ, അങ്ങനെയുള്ള ബലങ്ങൾ അറിയാം, പ്രതല ബലം, അതേപോലെയുള്ള ദ്രവബലങ്ങൾ, പിന്നെ പാസ്കൽ നിയമവും ആർക്കിമിഡീസ് തത്വവും, പിന്നെ ഗുരുത്വാകർഷണ ബലം. ഇതൊക്കെയാണ് ബലങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ടോപ്പിക്ക്. വിവിധ ബലങ്ങൾ, ചലനങ്ങൾ, ഇതൊക്കെയാണ് ഫിസിക്സിൽ. 8 മൊഡ്യൂൾ ഉണ്ട്. ആ ഓരോ മൊഡ്യൂളിലും ഇഷ്ടംപോലെ പോയിന്റുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് തന്നിരിക്കുന്ന കുറച്ച് പോയിന്റുകൾ മാത്രമാണ്. ഒറ്റ ടോപ്പിക് കൂടെ തരുന്നുള്ളൂ ഞാൻ. 3 ടോപ്പിക്, 3 മാർക്കല്ലേ, 3 ടോപ്പിക്. ഏതാണ്? മൂന്നാമത്തത് പ്രകാശം. ഓക്കെ, ലൈറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. അതിൽ പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുക, ലെൻസുകളും ദർപ്പണങ്ങളും അവയുടെ ഉപയോഗവും കാര്യങ്ങളും പഠിക്കുക, പ്രതിബിംബ രൂപീകരണം പഠിക്കുക. പിന്നെ വൈദ്യുതകാന്തിക സ്പെക്ട്രം, ആ സ്പെക്ട്രത്തിലെ ഓരോ അംഗങ്ങളും തരംഗദൈർഘ്യത്തിൻ്റെയും ഫ്രീക്വൻസിയുടെയും ആവൃത്തിയുടെ, തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത്, ഫ്രീക്വൻസി അഥവാ ആവൃത്തി, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവും കാര്യങ്ങളും, കൂടിയത് കുറഞ്ഞത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ആ ടോപ്പിക്കേ ഞാൻ ഫിസിക്സ് തരുന്നുള്ളൂ. ഇനി കെമിസ്ട്രിയിൽ ഇതേപോലെ 3 ടോപ്പിക്കേ തരുന്നുള്ളൂ. അവിടെ 3 മൊഡ്യൂളേ ഉള്ളൂ. പക്ഷേ ഇതല്ല, ആ 3 മൊഡ്യൂളുകളിലായിട്ട് 10-20 പരം ടോപ്പിക്കുകളുണ്ട്. അതിൽ 3 ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആസിഡും ആൽക്കലിയും എന്നുള്ള ടോപ്പിക്കാണ്. ആസിഡ്, ആൽക്കലി, അതിൻ്റെ pH മൂല്യം എന്നൊക്കെ പറയുന്ന ആ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്നുള്ള ടോപ്പിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റം ഷെല്ലിനെ കുറിച്ചോ സബ്ഷെല്ലിനെ കുറിച്ചോ ഓർബിറ്റലിനെ കുറിച്ചോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിലൂടെ ആറ്റത്തിൻ്റെ ഘടനയായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. ദെൻ ലോഹങ്ങളും ലോഹസങ്കരങ്ങളും എന്ന ടോപ്പിക്ക്, അത് ലോഹത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അയിരുകൾ, ആ അയിരുകളിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കുന്ന ലോഹ നിഷ്കർഷണം എന്നുള്ള പ്രക്രിയ, അത് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ, കാര്യങ്ങൾ, ഇതൊക്കെയാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ ഒരു ടോപ്പിക് കൂടെ, 4 ടോപ്പിക്ക് ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 4ാമത്തെ ടോപ്പിക്ക് ആവർത്തന പട്ടികയാണ്. ആവർത്തന പട്ടികയുടെ ചരിത്രം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ശാസ്ത്രജ്ഞരുണ്ട്, ആ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച്, പിന്നെ അതിലെ ഗ്രൂപ്പുകളും പീരീഡുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, അതൊക്കെയാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവർത്തന പട്ടികയിൽ. ഓക്കെ, ഇത്രയാണ് കെമിസ്ട്രിയിൽ തരുന്നത്. ഇനിയുള്ളത് കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഒരു വിശാലമായിട്ടുള്ള ഏരിയ. അതങ്ങ് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു +2 ലെവൽ പരീക്ഷയിൽ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അവിടെ നിന്ന് എന്ത് മാത്രം പഠിക്കുക? കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ട് മാത്രം കാര്യങ്ങൾ പഠിക്കുക. ഇനി നിർബന്ധമായിട്ട് ഒന്നങ്ങോട്ട് ശ്രമിച്ചു നോക്കാനുള്ള ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന ടോപ്പിക് കൂടെ ഒന്ന് പഠിച്ചു നോക്കുക. ഒളിമ്പിക്സായിട്ട് ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യയുടെ ഒളിമ്പിക്സിലുള്ള നേട്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇനി അടുത്ത ഒളിമ്പിക്സിൻ്റെ വേദി, ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞതിൻ്റെ വേദി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒളിമ്പിക്സായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എഴുത്തുകാർ, അവരുടെ തൂലികാനാമങ്ങളും അപരനാമങ്ങളും, അത് എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന ചെറിയൊരു ടോപ്പിക്കാണ്. ബാക്കിയുള്ള എന്തുണ്ട്? കലയുണ്ട്, കായികമുണ്ട്, സാഹിത്യമുണ്ട്, സംസ്കാരമുണ്ട്. ആ സിലബസ് എടുത്ത് നോക്കിയാൽ തന്നെ 4 മാർക്കേ ഉള്ളൂ. പക്ഷെ എന്താണ്, വിശാലമായിട്ട് കിടക്കുക. പരീക്ഷയിലാണെങ്കിൽ ആ 4 മിക്കവാറും 2-3 ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സ് ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകൾ മാത്രമേ ആ സിലബസ് പഠിക്കാൻ നിൽക്കണം. അത്രയും ടൈം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ആ സമയം കൂടെ ഇവിടെ പറഞ്ഞ ഏരിയകളിൽ നന്നായിട്ട് മെനക്കെടുകയാണെങ്കിൽ മാർക്ക് ഇങ്ങോട്ട് നേടിയെടുക്കാൻ പറ്റും. എഴുത്തുകാർ, തൂലികാനാമങ്ങളും അപരനാമങ്ങളും പഠിക്കാൻ ഒരു പാടുമില്ല, പെട്ടെന്ന് തീർക്കാൻ പറ്റും. പിന്നെ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളും ഉത്സവങ്ങളും, പ്രത്യേകിച്ചും വള്ളംകളി, പൂരങ്ങൾ, പിന്നെ ഓണം, വിഷു, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള അതേപോലെ പ്രാദേശിക കലാരൂപങ്ങൾ, ഏത് ജില്ലയിലാണ്, ഓരോ ജില്ലയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന രൂപങ്ങൾ, കലാരൂപങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആ ഒരു ഏരിയയിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടത്. പിന്നെ മറ്റൊരു ചെറിയ ടോപ്പിക് കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ, പ്രധാന ട്രോഫികളും മത്സര ഇനങ്ങളും. ഇന്ന ട്രോഫി ഏത് മത്സര ഇനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, പിന്നെ ആ മത്സരത്തിലുള്ള കളിക്കാരുടെ എണ്ണം കൂടെ പഠിച്ചു വെക്കുക. അത് ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ അത്രയും മാത്രം പഠിച്ചിട്ട് ആ ഒരു ഏരിയ, ബാക്കി കറണ്ട് അഫേഴ്സ് മാത്രം പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ബാക്കിയുള്ള 50 ടോപ്പിക്കായില്ലേ, 51ാമത്തെ ടോപ്പിക് എന്ന് പറയുന്ന കലാ, കായിക, സാഹിത്യ, സംസ്കാരം എന്നുള്ള ആ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളും പ്ലസ് അത് കറണ്ട് അഫേഴ്സുമാണ്. കറണ്ട് അഫേഴ്സിന് 10 മാർക്കില്ലേ, അപ്പം ബാക്കി ഒരു 10 ടോപ്പിക് കൂടെ ഞാൻ തരാം. കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 100ഓളം ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതിൽ. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു 10 ടോപ്പിക്കും സെലക്ട് ചെയ്ത് തരും. ഈ 10 തന്നെ കിട്ടും നിങ്ങൾക്ക് 10 മാർക്ക്. പിന്നെ നിങ്ങൾ ബാക്കിയുള്ള ടോപ്പിക്ക് പഠിക്കേണ്ട ആവശ്യം വരില്ല. അപ്പം പ്രധാന അവാർഡുകൾ, ഈ പറയുന്ന കലാ, കായികം, സാഹിത്യം, സാംസ്കാരികം, ഇങ്ങനെയുള്ള ആ മേഖലയുണ്ടല്ലോ, ആ മേഖലയിൽ 4 മാർക്ക് ചോദിക്കുന്നതിൽ ചിലപ്പോൾ 5 ചോദിക്കും. ആ 5ൽ 2-3 ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സ് ആയിരിക്കും. ബാക്കി 2 ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിശാലമായിട്ട് ഏരിയ കിടക്കുക. അത് കംപ്ലീറ്റ് പഠിക്കുന്നതിന് പകരം ഞാൻ ഈ പറഞ്ഞ ഏരിയ പഠിച്ചാൽ മിക്കവാറും അവിടെ നിന്ന് കിട്ടും ചിലപ്പോൾ. ഇനി ഇല്ലെങ്കിലും പോട്ടേന്ന് വെക്കണം. കാരണം അവിടെ നിങ്ങൾ തലകുത്തി മറിഞ്ഞ് നഷ്ടപ്പെടുന്ന സമയം നിങ്ങളുടെ ഈ ജോലി നഷ്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം വിശാലമായി കിടക്കുന്ന ഏരിയയാണ്, തീരില്ല.
ഓക്കെ, അപ്പോൾ പ്രധാന അവാർഡുകൾ നിർബന്ധമായിട്ടും ലേറ്റസ്റ്റ് അവാർഡുകളൊക്കെ നന്നായിട്ട് നോക്കി വെക്കണം. അത് കറണ്ട് അഫയേഴ്സ് സംബന്ധിച്ചും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കറണ്ട് അഫയേഴ്സിലുള്ള പ്രധാന കാര്യങ്ങൾ പുതിയ നിയമനങ്ങളാണ്. ഓരോ സുപ്രധാന പദവികളും അത് വഹിക്കുന്ന ആളുകളെയും കുറിച്ചാണ്. ഓക്കെ, അത് നിയമസ്ഥാപനങ്ങളായാലും തിരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്നവർ, പിന്നെ വിവിധ ഗവേഷണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന DRDOയിലും ISROയിലും ഒക്കെയുള്ള സ്ഥാനമാറ്റങ്ങൾ, പിന്നെ അന്താരാഷ്ട്ര സംഘടനകളുടെ തലപ്പത്തുള്ള ആളുകൾ, അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അതേപോലെ തന്നെ ഗവർണർമാർ, പിന്നെ CAG AG, ഓക്കെ, UPSC ആണ്, UPSC PSC ഇതിൻ്റെയൊക്കെ തലപ്പത്തുള്ള ആളുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, അതായത് ബാങ്കിങ് സ്ഥാപനങ്ങൾ, ബാങ്കിങ്, RBIയുടെ അല്ലേ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ വിവിധ കമ്മീഷനുകൾ, കേരളത്തിലെയും അതേപോലെ തന്നെ ഇന്ത്യയിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ഇതിൻ്റെയൊക്കെ അധ്യക്ഷർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സുപ്രധാന പദവികളിൽ ആരാണ് ഇപ്പോൾ നിലവിൽ, തൊട്ട് മുമ്പേ ആരായിരുന്നു എന്നുള്ള രീതിയിൽ കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെക്കുക. പിന്നെ കറണ്ട് അഫയർ ചോദ്യമാണെന്ന് അറിയാതെ വരുന്നൊരു സാധനമാണ് പലർക്കും ഇത്, ദിനാചരണങ്ങൾ. മിക്കവാറും ഒരു ദിനാചരണത്തിൻ്റെ ചോദ്യം ഏതെങ്കിലും ഉണ്ടാവും. പലരും വിചാരിക്കും കറണ്ട് അഫയേഴ്സ് എണ്ണി നോക്കുമ്പോൾ എണ്ണം കുറവായിരിക്കും. കാരണം എന്താ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ വനിതാ ദിനം, യോഗാ ദിനം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം, ദിനാചരണം ഉണ്ടാവും. അത് കറണ്ട് അഫയേഴ്സ് ആണ് ശരിക്കും. കാരണം അത് എല്ലാ കൊല്ലവും ഇതുണ്ടാവില്ല, എല്ലാ കൊല്ലവും ദിനാചരണം ഉണ്ടാവും. അപ്പോൾ അത് ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ഓക്കെ, ദെൻ വിവിധ സൂചികകൾ. നീതി ആയോഗ് ഇറക്കുന്ന സൂചിക, അതിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമത്? മാനവ വികസന സൂചിക, സന്തോഷ സൂചിക, പത്രസ്വാതന്ത്ര്യ സൂചിക, പാസ്പോർട്ട് സൂചിക, ഇങ്ങനെ പലതരത്തിലുള്ള സൂചികകളുണ്ട്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒന്നാം സ്ഥാനം ആർക്ക്, അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ. പിന്നെ 55ാമത്തെ ടോപ്പിക്ക് അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ, G20യുടേത്, ബ്രിക്സിൻ്റെത്, ASEAN, സാർക്ക്, പിന്നെ കാലാവസ്ഥ ഉച്ചകോടി, ഇതൊക്കെ നടന്നിട്ടുള്ള വേദികൾ ആ വർഷം, അല്ലെങ്കിൽ തൊട്ട് മുമ്പിലത്തെ വർഷം, അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത്, ആ രീതിയിൽ പുതിയ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര സമ്മേളനങ്ങളായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സിൽ വിവിധ മേഖലകളിൽ അടുത്തിടെ അന്തരിച്ചിട്ടുള്ള വാർത്താ പ്രാധാന്യമുള്ള പ്രസിദ്ധരായിട്ടുള്ള ആളുകളുണ്ടാവും. അവരുടെ മേഖല ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ സംഭാവന എടുത്ത് ചോദിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഏത് മേഖലയിലാണോ ആ മേഖലയിൽ അവരുടെ സംഭാവന എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ കൃതികൾ ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള, അല്ലെങ്കിൽ അവർക്ക് അടുത്ത കാലത്ത് ലഭിച്ച അവാർഡുകൾ ചോദിക്കാം. അപ്പോൾ ചിലപ്പോൾ അടുത്ത കാലത്ത് മരിച്ചതായിരിക്കും, പക്ഷേ അയാൾക്ക് അവാർഡ് കിട്ടിയത് ചിലപ്പം പണ്ടെങ്ങാനായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇവിടെ ഇങ്ങനൊരു ചോദ്യം? അപ്പോൾ അതെന്താണ്, കറണ്ട് അഫയേഴ്സ് ആണ്. ചോദിച്ച ചോദ്യം ചിലപ്പോൾ 2000-ലോ 1980 കിട്ടിയതോ 70 കിട്ടിയതോ ആയിരിക്കും, പക്ഷെ അദ്ദേഹം മരിച്ചിരിക്കുന്നത് ഇപ്പോൾ അടുത്തായിരിക്കും. അതുകൊണ്ടത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ അങ്ങനെ ഒരു ഏരിയ കിടക്കുന്നുണ്ട്. ആ രീതിയിൽ ആളുകളെ പഠിച്ചു വെക്കണം. ഓരോ പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ മരിക്കുമ്പോഴും അവരുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ റിസർച്ച് നടത്തുക. ദെൻ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യയിലെയും കേരളത്തിലെയും ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന സംഭവങ്ങൾ, കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ദെൻ പുനർനാമകരണം, അതായത് പുതിയ പേരുകൾ, ചില സ്ഥലങ്ങൾക്ക് അല്ലേ ഓരോന്നിൻ്റെയും പേരുകൾ മാറ്റാറുണ്ടല്ലോ അല്ലേ. അതേപോലെ തന്നെ വസതികൾ, പ്രധാനമന്ത്രിയുടെ വസതിയും ഗവർണറുടെ വസതിയും ഇതിൻ്റെയൊക്കെ പേരുകൾ മാറിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പുനർനാമകരണങ്ങൾ. പിന്നെ നവകേരള മിഷൻ, കേരള സർക്കാർ പദ്ധതികൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. കേരള സർക്കാർ പദ്ധതി എന്തും ചോദിക്കാം. അതിൽ തന്നെ പ്രത്യേകിച്ചും നവകേരള മിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നൊബേൽ സമ്മാനം. എന്താണ് നൊബേൽ സമ്മാനം? 60 ടോപ്പിക്ക്. നൊബേൽ സമ്മാനം നിങ്ങൾ പരീക്ഷ നടക്കുന്ന ആ വർഷം തൊട്ട് മുമ്പിലത്തെ വർഷം, ആ രീതിയിൽ നൊബേൽ സമ്മാനം. ഇതാണ് 60 ടോപ്പിക്കുകൾ. ഈ 60 ടോപ്പിക്ക് പഠിച്ച മക്കളെ GKയിൽ വേറെ ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും നിങ്ങൾ വിജയിക്കും. പിന്നെയുള്ള എന്തൊക്കെയാണ് നമുക്ക്? ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 10. പിന്നെ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ്. അത് ഓരോ പരീക്ഷയ്ക്കും വ്യത്യാസമാണ്. CPOൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും, CEOൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും, ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കും ഒക്കെ വ്യത്യാസമാണ്. ആ 20 മാർക്കിൻ്റെ ഏരിയയാണ് ഓരോന്നിനും സെപ്പറേറ്റ് ഉള്ളത്. ബാക്കി 80 മാർക്ക് എല്ലാ പരീക്ഷയിലും കോമൺ ആണ്. ഫോഴ്സിലേക്കുള്ള എല്ലാ പരീക്ഷയിലും 80 മാർക്ക് കോമൺ ആണ്. മാർക്ക് വെയിറ്റേജും സെയിം ആണ്. ഈ 20 മാർക്ക് മാത്രമാണ് വ്യത്യാസം. ഇത് നിങ്ങൾക്കൊരു പ്രത്യേക പഠനമായിട്ട് നടത്താൻ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ വേറെ ചെയ്യാം. എല്ലാത്തിനും കൂടെ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കോമൺ ആയിട്ടുള്ള ഏരിയകളൊക്കെ കണ്ടെത്തി നിങ്ങൾക്ക് എല്ലാം നേടാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഒരു പഠനം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇവിടെ ഈ 80 മാർക്ക് കോമൺ ആണ്. അപ്പോൾ അവിടെ കളിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടോപ്പ് റാങ്ക് നേടാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞു, അതേ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അതും കൂടെ ചെയ്തിട്ട് പോയിക്കോ. ഇത്രയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 240 പരം ടോപ്പിക്കിൽ 240 റൗണ്ട് ചെയ്താണ്, അതിൽ മേലോട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് കൂടെ എണ്ണുകയാണെങ്കിൽ അതിൽ എത്രയോ പോകും മേലോട്ടേക്ക്. അതിൽ നിന്ന് 1/4 ഭാഗമാക്കി കാച്ചി കുറുക്കിയെടുത്ത് തന്നിരിക്കുക.
ഇനി നിങ്ങളുടെ കയ്യിലാണ് കിടക്കുന്നത്. ഇനിയും നിങ്ങൾ നേടാതെ പോവുകയാണെങ്കിൽ സാറേ എവിടെ നിന്ന് പഠിക്കണം എന്നറിയില്ല, എന്ത് പഠിക്കണം എന്നറിയില്ല, സിലബസ് കണ്ട് പ്രാന്താകുക എന്നും പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്, എല്ലാ സപ്പോർട്ടായിട്ട് ഞാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രത്യേക ഗൈഡൻസ് തരുന്ന രീതിയിലുള്ള ഗോൾഡ് ബാച്ചുകളായിട്ടും എൻട്രിയിൽ നോർമൽ ബാച്ചുകളായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഈ ഫോഴ്സ് പരീക്ഷകൾക്കുള്ള പരിശീലനം. നിങ്ങൾക്കിപ്പോൾ പ്രായപരിധിയും കൂട്ടി 26-ൽ നിന്ന് 30-ലേക്ക് അത് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ആനുകൂല്യം കിട്ടുകയും ചെയ്യും. അപ്പം പ്രായപരിധി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നഷ്ടപ്പെട്ടു പോയവർ ഇനി നേടുമെന്ന് ഉറപ്പിക്കുക. ഇതോടുകൂടി പുതിയൊരു ഉന്മേഷം കൈവന്നു അല്ലേ, എനിക്കൊരു ഊർജ്ജം കൈവന്നു, ഇത്രയും ഞാൻ പഠിച്ചു തീർക്കും, എന്ത് തന്നെ കഷ്ടപ്പാടുണ്ടെങ്കിലും ഇത്രയും ഞാൻ പഠിച്ചു തീർത്തേ അടങ്ങുള്ളൂ എന്ന തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പിന് നമ്മൾ കാണും. അല്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൻ്റെ താഴെ നിങ്ങൾ വീണ്ടും നിങ്ങളെ വരുത്തും. ഉറപ്പാണ്, എൻ്റെ വാചകമാണ്. നിങ്ങൾക്ക് വരാനുള്ള അവസരം ഉണ്ടാവട്ടെ, അതിനുള്ള എല്ലാ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന പോസ്റ്റ്, അത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജില്ല അല്ലെങ്കിൽ ബറ്റാലിയൻ, ഇത്ര റാങ്ക് നിങ്ങൾ നേടും എന്നുള്ള കാര്യം, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഇത്രയും കാലത്ത് നിങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാനുള്ളൊരു വേദിയായിട്ട് എടുക്കുക. ഒന്നും മറച്ചു വെക്കേണ്ട. നമ്മളിങ്ങനെ ഒന്നും പറയാതെ മറ്റുള്ള ആൾ എന്ത് ചിന്തിക്കും, അവരെന്ത് ചിന്തിക്കും, ഞാനിവിടെ കമൻറ്റ് ചെയ്ത് എൻ്റെ കമ്പനി അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ശത്രു ഇത് കാണുമല്ലോ, ഇനി അവൻ കണ്ടിട്ട് എനിക്കിത് കിട്ടിയില്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അങ്ങനെ മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്ത, ആ സോഷ്യൽ ഫോബിയ അല്ലേ, ആ ഒരു ഫോബിയ കൊണ്ട് തന്നെയാണ് നമ്മളിൽ പലരും ഒന്നും ആകാതിരുന്നത് ഇത്രയും കാലം. നിങ്ങൾക്ക് എന്തൊക്കെയോ ആവാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ എന്നോ നേടേണ്ട കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണയോ അതിന് മുമ്പത്തെ തവണയോ വയസ്സായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നേടാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നേടാതെ പോയതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇതാണ്. ഞാൻ എന്ത് ചെയ്താൽ എത്തുമോ, മറ്റുള്ളവർ അത്രയും കാലം ശ്രമിക്കുന്നതല്ലേ, അവർക്ക് എന്നേക്കാളുണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിത്തിരിച്ച് നടന്നില്ലെങ്കിൽ എന്നെ നാട്ടുകാർ കുറവാക്കൂലേ, വീട്ടുകാർ കുറവാക്കൂലേ, അങ്ങനെയുള്ള പല ചിന്തകളാണ് നിങ്ങളെ തോൽപ്പിച്ചത്. ആ ചിന്തകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇന്നിവിടെ നിങ്ങൾ തീരുമാനമെടുക്കുന്നു. ഇതൊരു തുടക്കമാവട്ടെ. ഉറപ്പായിട്ടും ഈ ഒരു കമൻറ്റ് ബോക്സ് നിങ്ങളുടെ നേട്ടം കൊണ്ട് നിറയും. പിന്നീട് നിങ്ങൾ ഇവിടെ വരും. ഓരോ സമയത്ത് നിങ്ങൾ വരുന്ന സമയത്ത് ഞാനിവിടെ നോക്കും, അതിന് ലൈക്ക് അടിക്കാൻ ഞാനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം എവിടെ വെച്ചെങ്കിലും. CPO ആയിട്ടോ, CEO ആയിട്ടോ, BFO ആയിട്ടോ, അല്ലെങ്കിൽ അതിന് മുമ്പ് റാങ്ക് ഹോൾഡേഴ്സ് മീറ്റിങ്ങിലോ എവിടെ വെച്ചെങ്കിലും നമ്മൾ കാണും. അതുവരെ പഠിച്ചോ.